വെൽക്കം ടു ഡ്രീം ഷോ. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ കുറച്ച് ദിവസത്തെ ഒരു ഗ്യാപ്പ് വന്നു ക്ലാസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും പഠിച്ച കാര്യങ്ങളെല്ലാം ആ ഒരു സമയത്ത് നന്നായി റിവൈസ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ ക്ലാസ്സാണ്. ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ ക്ലാസ്സിൽ നമ്മൾ അക്കൗണ്ടിംഗ് ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അക്കൗണ്ടിങ്ങിൽ നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ വാട്ട് ഈസ് അക്കൗണ്ടിങ് എന്നുള്ളത് മുതൽ അക്കൗണ്ടിങ്ങിലുള്ള ബേസിക് ആയ കാര്യങ്ങളെന്ന് പറയുമ്പോൾ വാട്ട് ഈസ് ജേണൽ, വാട്ട് ഈസ് ലെഡ്ജർ, അതുപോലെ വാട്ട് ഈസ് ബാലൻസ് ഷീറ്റ്, വാട്ട് ഈസ് ക്യാഷ്, വാട്ട് ഈസ് അസെറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിന് മുൻപുള്ള വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ, അതായത് നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ എടുത്തിട്ടുള്ള അക്കൗണ്ടിങ്ങിൻ്റെ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ പ്ലേലിസ്റ്റിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ ക്ലാസ്സുകൾ ഓരോന്നായിട്ട് എടുത്ത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ കാണാത്തവർ ആ ക്ലാസ്സുകളെല്ലാം കാണുക. അതിനുശേഷം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ഒരു ക്ലാസ് നിങ്ങൾ കാണുക. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായ ട്രേഡിംഗ് അക്കൗണ്ടാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള ക്ലാസ് മുതൽ ഇങ്ങനെ പഠിച്ചു വരുമ്പോൾ നമ്മൾ +2 മുതലുള്ള കാര്യങ്ങൾ, ആ ഒരു +2 ബേസ് മുതൽ നമ്മൾ ഡിഗ്രി അതുപോലെ തന്നെ PG ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൽ നിന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമ്മൾ ഏറ്റവും ചെറിയ ഭാഗം പഠിച്ചു തുടങ്ങി നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് വരെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനിയുള്ള ക്ലാസ്സുകൾ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അക്കൗണ്ടിങ് എന്ന സബ്ജക്റ്റിലേക്ക് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്റ്റാർട്ടിങ് മുതൽ ക്ലാസ്സുകൾ കാണാത്ത ഒരാൾക്ക് ഇങ്ങനെ പെട്ടെന്ന് ഈ ഒരു ഭാഗത്തെത്തി കാണുമ്പോൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്ലേലിസ്റ്റ് പോയിട്ട് ഡിവിഷണൽ അക്കൗണ്ടൻറ്റിൻ്റെ ഓരോ ക്ലാസ്സുകളായിട്ട് കാണണമെന്ന് പറയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഇതുപോലെ ഈ ഒരു എക്സാം എഴുതുന്ന നിങ്ങളുടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അക്കൗണ്ടിങ്ങിൻ്റെ ബേസ് ഇല്ലാത്തവരാണെങ്കിലും അല്ലെങ്കിൽ അക്കൗണ്ടിങ് പഠിച്ചിട്ടുള്ളവരാണെങ്കിലും ഈ ഒരു രീതിയിലാണ് നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു എക്സാം പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ ഈ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ക്ലാസ്സുകൾ കണ്ടിട്ട് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വൈകാതെ തന്നെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. Firstly, we can see what is trading account. Trading account means buying and selling of goods. Trading account is prepared to show the result of trading during an accounting period. ഒരു അക്കൗണ്ടിങ് പീരിയഡിലുള്ള ട്രേഡിങ്ങിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദ റിസൾട്ട് ഓഫ് ട്രേഡിംഗ് മേ ബി ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ്. ട്രേഡിംഗ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഒന്നുകിൽ ഗ്രോസ് പ്രോഫിറ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഗ്രോസ് ലോസ് ആയിരിക്കും. ഇഫ് ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് ട്രേഡിംഗ് അക്കൗണ്ട് ഈസ് മോർ ദാൻ ദ ഡെബിറ്റ് സൈഡ്, വി ക്യാൻ സേ ദാറ്റ് ദർ ഈസ് ഗ്രോസ് പ്രോഫിറ്റ്. ആൻഡ് ഓൺ ദ അതർ ഹാൻഡ്, ഇഫ് ദ ഡെബിറ്റ് സൈഡ് ഓഫ് ദ ട്രേഡിംഗ് അക്കൗണ്ട് ഈസ് മോർ ദാൻ ദ ക്രെഡിറ്റ് സൈഡ്, വി ക്യാൻ സേ ദാറ്റ് ദർ ഈസ് ഗ്രോസ് ലോസ്. ഈ രീതിയിലാണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഇഫ് ദ സെയിൽ പ്രൊസീഡ്സ് എക്സീഡ് ദ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, ദ ഡിഫറൻസ് ഈസ് ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് മാർജിൻ. ദ റിസൾട്ട് ഓഫ് ട്രേഡിംഗ് മേ ബി ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ്. അതായത് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഒന്നുകിൽ ഗ്രോസ് പ്രോഫിറ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഗ്രോസ് ലോസ് ആയിരിക്കും. ദെൻ വി ക്യാൻ സീ വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രിപ്പയറിംഗ് ദിസ് ട്രേഡിംഗ് അക്കൗണ്ട്. ഫസ്റ്റ് വൺ ഈസ് ടു അസർടെയിൻ ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ്. സെക്കൻഡ് വൺ ടു പ്രൊവൈഡ് ഇൻഫോർമേഷൻ അബൌട്ട് ദ ഡയറക്റ്റ് എക്സ്പെൻസസ്. ദെൻ ടു കമ്പയർ ക്ലോസിംഗ് സ്റ്റോക്ക് വിത്ത് ദ സ്റ്റോക്ക് ഓഫ് പ്രീവിയസ് ഇയർ. നെക്സ്റ്റ് വൺ ഈസ് ടു പ്രൊവൈഡ് സേഫ്റ്റി എഗെയിൻസ്റ്റ് ദ പോസിബിൾ ലോസസ്. നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ കൺസേണിന് വന്നിട്ടുള്ളതെന്ന് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഇൻ ട്രേഡിംഗ് അക്കൗണ്ട് ദ ഡെബിറ്റ് സൈഡ് ഷോസ് ഓൾ ദ എക്സ്പെൻസസ് ആൻഡ് ദ ക്രെഡിറ്റ് സൈഡ് ഷോസ് ഓൾ ദ ഇൻകം. നമുക്ക് നോക്കാം എങ്ങനെയാണ് ട്രേഡിംഗ് അക്കൗണ്ടിൽ ഓരോ ഐറ്റംസ് ആയിട്ട് നമ്മൾ കാണിക്കുന്നത്. ഓപ്പണിംഗ് സ്റ്റോക്ക് പർച്ചേസസ് ആൻഡ് ഓൾ ഡയറക്റ്റ് എക്സ്പെൻസസ്, ക്യാരേജ്, കാർട്ടേജ്, എക്സൈസ് ഡ്യൂട്ടി, ഇമ്പോർട്ട് ഡ്യൂട്ടി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എക്സ്പെൻസസ് എല്ലാം തന്നെ കാണിക്കുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ്. ദെൻ ഇൻകംസ് ആർ ഷോൺ ഓൺ ക്രെഡിറ്റ് സൈഡ് ഓഫ് ദ ട്രേഡിംഗ് അക്കൗണ്ട്. ദിസ് ഈസ് ദ ഫോർമാറ്റ് ഓഫ് എ ട്രേഡിംഗ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ ഡെബിറ്റ് സൈഡിൽ എന്ത് കാണിക്കുന്നു? ഓപ്പണിംഗ് സ്റ്റോക്ക് പർച്ചേസസ്, ദെൻ പർച്ചേസ് റിട്ടേൺസ് ഉണ്ടെങ്കിൽ പർച്ചേസ് റിട്ടേൺസ്, പർച്ചേസിൽ നിന്ന് നമ്മൾ മൈനസ് ചെയ്യുന്നു. ദെൻ നമ്മൾ ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്നത് മറ്റെന്തൊക്കെയാണ്? വേജസ്, ഡയറക്റ്റ് എക്സ്പെൻസസ്, ക്യാരേജ്, ഫ്രൈറ്റ്, ഡക്ട് ഡ്യൂസ്, എക്സൈസ് ഡ്യൂട്ടി,
ഒക്ട്രോയ്, റോയാലിറ്റി, മോട്ടീവ് പവർ, കോൾ, ഗ്യാസ് ആൻഡ് വാട്ടർ, ഫാക്ടറി എക്സ്പെൻസസ്, ഇതെല്ലാം ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്ന എക്സ്പെൻസസ് ആണ്. ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ സെയിൽസ്, ദെൻ സെയിൽസ് റിട്ടേൺസ്, ക്ലോസിംഗ് സ്റ്റോക്ക്, ഇത്രയും കാര്യങ്ങൾ കാണിക്കും. ഇഫ് ദ ക്രെഡിറ്റ് സൈഡ് ഈസ് മോർ, വി ക്യാൻ സേ ദാറ്റ് ദർ ഈസ് ഗ്രോസ് പ്രോഫിറ്റ്. And if the debit side is more, we can say that there is gross loss. Balance is gross profit or gross loss. ഏത് വേണമെങ്കിലും നമുക്ക് ഉണ്ടായിരിക്കാം. ദെൻ നമുക്കിതിൽ വരുന്ന ഓരോ ഐറ്റംസ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഓപ്പണിംഗ് സ്റ്റോക്കാണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് മീൻസ് ഗുഡ്സ് ലൈയിങ് അൺസോൾഡ് ഇൻ ദ ബിഗിനിങ് ഓഫ് ദ അക്കൗണ്ടിങ് പീരിയഡ്. അതായത് അൺസോൾഡ് ആയിട്ട് നമ്മുടെ ഗുഡ്സ് കിടക്കുന്നുണ്ടെങ്കിൽ, അതായത് സെയിൽ നടക്കാതെ നമ്മുടെ ഗുഡ്സ് കിടക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്തു ചെയ്യുന്നു? ഓപ്പണിംഗ് സ്റ്റോക്കായിട്ട് കൺസിഡർ ചെയ്യുന്നു. ദിസ് ഐറ്റം ക്യാൻ ബി സീൻ ഇൻ ദ ഡെബിറ്റ് കോളം ഓഫ് ട്രയൽ ബാലൻസ്. അതായത് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ഇയറിലുള്ള ക്ലോസിംഗ് സ്റ്റോക്കാണ് നമ്മൾ നെക്സ്റ്റ് ഇയറിൽ ഓപ്പണിംഗ് സ്റ്റോക്കായിട്ട് കൺസിഡർ ചെയ്യുന്നത്, അല്ലേ? ദെൻ പർച്ചേസസ്. പർച്ചേസസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏതൊക്കെയാണ്. ക്യാഷ് പർച്ചേസും ക്രെഡിറ്റ് പർച്ചേസും നമുക്ക് വരാം. അതിൽ പർച്ചേസസ് റിട്ടേൺസ് ഉണ്ടായിരിക്കും. ഇറ്റ് ഈസ് ഡിഡക്റ്റഡ് ഫ്രം പർച്ചേസസ്. ഇറ്റ് ഈസ് ഷോൺ ഓൺ ദ ഡെബിറ്റ് സൈഡ് ഓഫ് ട്രേഡിംഗ് അക്കൗണ്ട്. Then direct expenses. Direct expenses are those expenses which are incurred in connection with a trading activity. ഇപ്പോൾ നമുക്ക് ഗുഡ്സ് ആൻഡ് സർവീസസ് നമ്മൾ സെയിൽ ചെയ്യുന്ന സമയത്ത്, നമ്മുടെ ട്രേഡിംഗ് ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ എക്സ്പെൻസസ് നമുക്ക് അറൈസ് ചെയ്യുന്നു? എക്സാമ്പിൾ എക്സൈസ് ഡ്യൂട്ടി, കോൾ, ഗ്യാസ്, വാട്ടർ, പവർ, ഫാക്ടറി എക്സ്പെൻസസ്, ക്യാരേജ് ഇൻ വാർഡ്, വേജസ്, കാർട്ടേജ്, ഇതെല്ലാം നമുക്ക് ഡയറക്റ്റ് എക്സ്പെൻസസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ മെയിനായിട്ട് വരുന്ന നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്ന കാര്യങ്ങളാണ് ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസസ്, ഡയറക്റ്റ് എക്സ്പെൻസസ് എന്നിവ. ദെൻ എക്സ്പ്ലനേഷൻ ഓഫ് ഐറ്റംസ് ഓൺ ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് ദ ട്രേഡിംഗ് അക്കൗണ്ട്. അതിൽ ഫസ്റ്റ് വരുന്നത് സെയിൽസ് ആണ്. സെയിൽസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദ ഗുഡ്സ് സോൾഡ്, അല്ലേ? നമ്മൾ ഗുഡ്സ് സെയിൽ ചെയ്തിട്ട് വരുന്നതാണ് നമ്മുടെ സെയിൽസ് എന്ന് പറയുന്നത്. നമ്മൾ സാധനങ്ങൾ വിൽക്കുന്നതാണ് സെയിൽസ് എന്ന് പറയുന്നത്. ഈ സെയിൽസിൽ നിന്ന് നമ്മൾ സെയിൽസ് റിട്ടേൺസ് എന്ത് ചെയ്യുന്നു? മൈനസ് ചെയ്യുന്നു, അല്ലേ? ദെൻ ക്ലോസിംഗ് സ്റ്റോക്കാണ്. ക്ലോസിംഗ് സ്റ്റോക്ക് എന്താണെന്ന് നമ്മൾ പറയാം. ക്ലോസിംഗ് സ്റ്റോക്ക് മീൻസ് ദ വാല്യൂ ഓഫ് ഗുഡ്സ് റിമൈനിങ് അൺസോൾഡ് ഇൻ ദ അക്കൗണ്ടിങ് പീരിയഡ്. അതായത് സാധനങ്ങൾ നമുക്ക് സെയിൽ ആവാതെ കിടക്കുന്ന സാധനങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നു. ഇറ്റ് യൂഷ്വലി ഡസ് നോട്ട് അപ്പിയർ ഇൻ ദ ട്രയൽ ബാലൻസ്. നമ്മൾ ട്രയൽ ബാലൻസിൽ കാണിക്കുന്നില്ല. ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ ക്രെഡിറ്റ് സൈഡിലാണ് എന്ത് കാണിക്കുന്നത്? ക്ലോസിംഗ് സ്റ്റോക്ക് കാണിക്കുന്നത്. ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ എവിടെ കാണിക്കുന്നു? ഡെബിറ്റ് സൈഡിലാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ കാണിക്കുന്നത്. ഇനി അടുത്തത് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ പ്രിപ്പറേഷനാണ്. ഫ്രം ദ ഫോളോയിങ് ഇൻഫോർമേഷൻ പ്രിപ്പയർ ട്രേഡിംഗ് അക്കൗണ്ട്. നമുക്ക് ഡിവിഷണൽ അക്കൗണ്ടിൻ്റെ എക്സാമിൽ നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യനിൽ നമുക്ക് നിങ്ങളുടെ മെയിൻ എക്സാമിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനൊക്കെ പ്രതീക്ഷിക്കാം. പ്രിപ്പയർ ട്രേഡിംഗ് അക്കൗണ്ട്. ഈ ട്രേഡിംഗ് അക്കൗണ്ടിൽ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഓരോന്നും ഏത് സൈഡിൽ വരുമെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ പർച്ചേസിംഗ് ആണ്. പർച്ചേസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഡെബിറ്റ് സൈഡിൽ വരുന്ന ഐറ്റമാണ്. ദെൻ വേജസ് 10,000 തന്നിട്ടുണ്ട്. വേജസ് 60,000 തന്നിട്ടുണ്ട്. അത് നമ്മൾ ഡെബിറ്റ് സൈഡിൽ കാണിക്കും. റിട്ടേൺ ഔട്ട്വാർഡ്. റിട്ടേൺ ഔട്ട്വാർഡ് എന്ന് പറഞ്ഞാൽ പർച്ചേസിൻ്റെ റിട്ടേൺ ആണ്. റിട്ടേൺ ഇൻവാർഡ് എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തിൻ്റെ റിട്ടേൺ ആയിരിക്കും? സെയിൽസ് റിട്ടേൺസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ റിട്ടേൺ ഔട്ട്വാർഡ് പർച്ചേസിൽ നിന്ന് മൈനസ് ചെയ്യണം. ക്യാരേജ് ഇൻവാർഡ് നമ്മുടെ എക്സ്പെൻസ് ആണ്, അല്ലേ? ഡയറക്റ്റ് എക്സ്പെൻസ് ആയതുകൊണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കും. റിട്ടേൺ ഇൻവാർഡ് നമ്മൾ പറഞ്ഞു സെയിൽസ് റിട്ടേൺസ് ആണ്. ക്രെഡിറ്റ് സൈഡിൽ സെയിൽസിൽ നിന്ന് മൈനസ് ചെയ്യണം. ഫ്യൂവൽ, ഗ്യാസ് ആൻഡ് പവർ ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഡെബിറ്റ് സൈഡിൽ കാണിക്കും. സെയിൽസ് ക്രെഡിറ്റ് സൈഡ്, ഓപ്പണിംഗ് സ്റ്റോക്ക് ഡെബിറ്റ് സൈഡ് ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക് ക്രെഡിറ്റ് സൈഡ്. അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ട് ഈ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് നമുക്ക് ടോട്ടൽ വരുന്നത് 8,63,000 ആണ്. ക്ലോസിംഗ് സ്റ്റോക്കും ഓപ്പണിംഗ് സ്റ്റോക്കും ഡയറക്റ്റ് എക്സ്പെൻസ്, സെയിൽസ് ആൻഡ് പർച്ചേസ് എല്ലാം എഴുതി കഴിഞ്ഞാൽ നമുക്ക് ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ വരുന്നത്, അല്ലേ? 8,63,000 എന്ന് പറയുന്നത് നമ്മുടെ ക്രെഡിറ്റ് സൈഡാണ്. അപ്പോൾ ക്രെഡിറ്റ് സൈഡ് ഈസ് മോർ ദാൻ ഡെബിറ്റ് സൈഡ് വരുന്ന സമയത്ത് നമുക്ക് എന്താണ് റിസീവ് ചെയ്യുന്നത്? അതെ, നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് ആണ് റിസീവ് ചെയ്യുന്നത്. സോ ഗ്രോസ് പ്രോഫിറ്റ് ഈസ് 1,97,500. ക്രെഡിറ്റ് സൈഡും ഡെബിറ്റ് സൈഡും നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് ആണോ ഗ്രോസ് ലോസ് ആണോ എന്ന് അറിയാൻ പറ്റുന്നത്, അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്.
അപ്പോൾ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്